വിഘ്നേശ്വര. രമേശ, എടാ രമേശ. എന്താ നീയാ? നിന്റെ പേര് അവന് കൊടുത്തിട്ട് അവന്റെ പേര് നീ എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ രമേശിനെ വിളിച്ച്. അവൻ തൊഴുത്തി ചാണോമാരിയാ. അത് നിന്റെ ജോലിയല്ലേ? ഇന്ന് മുതൽ അവന്റെ ജോലി ഞാനും എന്റെ ജോലി അവനും ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചേഞ്ചിന്. കടിഞ്ചായ എങ്ങോട്ടാ? ഞാനിട്ടതാ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. വായിൽ വെക്കാൻ കൊള്ളില്ല. ഒരു ചായക്കടക്കാരന്റെ മകന് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നീ പോയി ആ പേസ് എടുക്ക്. ഓ, ആ കഴിവേറി പോയാ? ആരാ? രമേശനാണോ? അല്ലടാ, ആ സ്വാമി കഴിവേറി. ചിറ്റപ്പൻ രാവിലെ തന്നെ പോയി. കാര്യം അവൻ എന്റെ അനിയനാ. പക്ഷെ എന്റെ സമ്മതമില്ലാതെ അവൻ ഇവിടെ എങ്ങാനും കയറ്റി താമസിപ്പിച്ച ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ. ഓ, എന്തിനാ ഇത്ര അധികം? നീ പല്ല് വെച്ചോ? ഇല്ല. അവൻ തേച്ചോ? തേച്ച് കാണില്ല. പാതി അവന് കൊടുത്തിട്ട് പാതി നീ എടുത്തോ. എന്നാ ചെല്ലേ. വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയ വാരല. ഇത് കൊറ്റട്ടപ്പിലിട്ട് തീർത്തൂടെ? കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. കുറ്റമല്ല നിന്റെ നായരെ കൊണ്ട് നാട്ടുകാർ വണ്ടി വലിപ്പിക്കണത്. കാളവണ്ടി. അയ്യോ, അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞതാ. പക്ഷെ പശു പിന്നെ അപ്പിട്ടു. ഞാൻ വാരും, പശു അപ്പിടും. ഞാൻ വാരുന്നു, പശു ഇടും. ഞാൻ വാരുന്നു, പശു. മതി 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 മതി. നിന്റെ മോന്ത കണ്ട പശു അല്ല ആരായാലും അപ്പിടും. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ അവന്റെ പ്രവൃത്തി. ഒന്ന് അനങ്ങി അനങ്ങി കൊണ്ടുപോയി ഇടറ രാജകുമാരാ. പിന്നെ അപ്പിടിക്കും ഞാൻ. ഒരു ദിവസം ഞാൻ ഈ പശുവിന്റെ ബാക്ക് അടച്ച് പൂട്ടും.